പത്തനംതിട്ടയിൽ റാന്നി കോടതിയിലാണ് ഇപ്പോൾ ഹാജരാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. കോടതി നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇപ്പോൾ സമയം 10:40 ആയിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് കോടതി കോംപ്ലക്സിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള വാഹനം തിരുവനന്തപുരത്ത് നിന്ന് SITയുടെ വാഹനം എത്തിയിട്ടുള്ളത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സംബന്ധിച്ച് 6 ആഴ്ച സമയമാണുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗൂഢാലോചനയുടെ ചുരുളുകൾ മെല്ലെ മെല്ലെ അഴിഞ്ഞഴിഞ്ഞ് വരികയാണ്. ഇതൊരു ഗൂഢാലോചനയാണ്. ഇത് ആസൂത്രിതമായ ഒരു സ്വർണ്ണാപഹരണമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. ആ സ്വർണ്ണാപഹരണം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയും അതുപോലെ തന്നെ പങ്കാളിത്തത്തോടെയുമാണ് എന്നുള്ളത് വ്യക്തമായ സ്ഥിതിക്ക് ഇനി അവരുടെ അറസ്റ്റ്, സ്വാമി അയ്യപ്പന്റെ സ്വർണം ഈ തരത്തിൽ കവർച്ച ചെയ്ത് മറിച്ചു വിൽക്കാൻ ആരൊക്കെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ അവരൊക്കെ കുടുങ്ങുന്ന നിമിഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. എന്തായാലും SIT ആദ്യത്തെ നിർണായകമായ ഫസ്റ്റ് സ്റ്റെപ്പ് വച്ചിരിക്കുന്നു. അത് ഈ ഗൂഢാലോചനയുടെ കിങ് പിന്നായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും. നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. CK അഭിലാൽ റാന്നിയിൽ നിന്ന് വീണ്ടും ചേരുകയാണ്. അഭിലാൽ, നിശ്ചയമായിട്ടും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ കൊടുക്കും. ഇന്ന് ജാമ്യാപേക്ഷ കൊടുക്കില്ല എന്നാണോ പ്രതിഭാഗം വിചാരിക്കുന്നത്? ഇപ്പോൾ എന്താണ് അതിന് കാരണം? റാന്നി കോടതിയിൽ ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനുമായി ഞാൻ നേരിൽ സംസാരിച്ചിരുന്നു. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊരു ധാരണയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അതായത് ആരോപിക്കപ്പെടുന്ന പുതിയ കുറ്റങ്ങൾ എന്നത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അത് രേഖാമൂലം തന്നെ റിമാൻഡ് റിപ്പോർട്ട് ലഭ്യമായെങ്കിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ, ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ രേഖാമൂലം അറിഞ്ഞ ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. ചുരുക്കത്തിൽ ഇന്ന് ഇതിൻ്റെ ഈ പ്രതിയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ തുടർ നടപടികൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് അഭിഭാഷകൻ കോടതിയെ അറിയിക്കും. അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് മറ്റൊരു ദിവസം ജാമ്യ അപേക്ഷ നൽകും എന്നുള്ളതാണ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിൽസൺ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ചുരുക്കത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഓരോ നീക്കവും വിശദമായി തന്നെ പരിശോധിച്ച് നിയമപരമായി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടുത്ത നടപടി എന്നുള്ളത് വേഗത്തിൽ സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രതിയെ സംബന്ധിച്ച് ലഭ്യമാകേണ്ട കാര്യം. അതിനാവശ്യമായ നടപടികളായിരിക്കും അഭിഭാഷകന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അദ്ദേഹവും കോടതി മുറിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 11 മണിക്ക് തന്നെ ആദ്യ കേസായി ഇത് പരിഗണിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അന്വേഷണ സംഘാംഗങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 10 മണിക്ക് മുൻപ് തന്നെ മജിസ്ട്രേറ്റ് CR അരുൺകുമാർ കോടതിയിൽ ഹാജരായിരുന്നു. രാവിലെ 8:30 തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണ സംഘം പുറപ്പെടുമ്പോൾ പിന്നിടേണ്ട ദൂരം കൂടി കണക്കെടുക്കുമ്പോൾ 11 മണിക്ക് ശേഷമായിരിക്കും എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു പൊതുവായ ധാരണയെങ്കിൽ അതിവേഗത്തിലുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏറെക്കുറെ 120 കിലോമീറ്റർ ദൂരം എന്നുള്ളത് 2 മണിക്കൂർ സമയം കൊണ്ട് അന്വേഷണ സംഘത്തിന് പിന്നിടാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കൃത്യം 10:30 റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലേക്ക് അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം എത്തിച്ചേർന്നു. അങ്ങനെ ഈ ഭാഗത്താണ്, അതായത് കോടതി സമുച്ചയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പിൻഭാഗത്തേക്കാണ് വാഹനം കൊണ്ടു നിർത്തിയത്. പിന്നീട് അല്പം മുൻധാരണയ്ക്ക് അല്പം വിരുദ്ധമായ SITക്ക് അല്പം വഴിതെറ്റിയിരുന്നു. അങ്ങനെ ഒരു തവണ ഏറ്റവും അടിയിലത്തെ നില ഒന്ന് റൗണ്ട് വെച്ചാണ് വീണ്ടും പഴയ ഭാഗത്തേക്ക് എത്തി ഗോവണിപ്പടിയോടുകൂടി 1ാം നിലയിൽ പ്രവർത്തിക്കുന്ന കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചിട്ടുള്ളത്. 11 മണിക്ക് തന്നെ കോടതി ആരംഭിക്കുമ്പോൾ ആദ്യ വിഷയമായി തന്നെ ഇത് പരിഗണിക്കപ്പെടും. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന അത്രയും ദിവസം